ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നോമ്പൊക്കെ ആയിട്ട് എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷം? ഞങ്ങളിപ്പോൾ മണ്ണാർക്കാടുള്ള ബീച്ചിലെ ഈ ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് നെയ്നു കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം, മണ്ണാർക്കാട് ഒരു ബീച്ച് ഉണ്ട്. ശരിക്കും പാലക്കാട് ജില്ലക്കാർക്ക് ഒരു ബീച്ച് ഇല്ല എന്ന് പറഞ്ഞാൽ കടലില്ല. അപ്പോൾ ഇവിടെ ഈ സമാനമായിട്ടുള്ള വ്യൂ ആണ്, ഒരു വൈബാണ്, ചെറിയൊരു കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഈ പേര് പടുത്തല്ലേ, ബീച്ച് എന്നുള്ള പേര് ഇതിന് വന്നത് വന്നതാണ്. അതായത് നമുക്ക് ഫസ്റ്റത്തെ വെള്ളപ്പൊക്കം 2018 ഫസ്റ്റത്തെ വെള്ളപ്പൊക്കത്തിൽ ഫുള്ള് വെള്ളം പോയില്ലേ. ഈ സ്ഥലം പണ്ടത്തെ ആൾക്കാർ പറഞ്ഞപ്പോൾ ഇതേപോലെ പുഴയും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ആൾക്കാർ ഇങ്ങനെ വെട്ടിപ്പിടിച്ച് വിട്ട് ഇവിടെയൊക്കെ വീടും പറമ്പൊക്കെ ആയിരുന്നു. ആ ഫ്ലഡ് വന്ന സമയത്ത് എല്ലാ പേരും എല്ലാ സ്ഥലം പോയി. പിന്നെ ആ വെള്ളം ഇറങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് അന്തം വിട്ട് പോയി. ഫുള്ള് നല്ല രസമുള്ള കല്ലും ഒരു അരുവിങ്ങൾ, ഇതിനേക്കാൾ ഭംഗിയായിട്ടില്ലേ, ഇതിനേക്കാൾ അടിപൊളിയായിരുന്നു. പിന്നെ ആൾക്കാർ എവിടുന്നൊക്കെയാ വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ നാട്ടുകാരോടൊക്കെ ഞങ്ങൾക്ക് പോകാൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു. എന്നിട്ട് അന്ന് തൊട്ടിട്ട് ഈ ഒരു ഭംഗി ഇങ്ങനെ നിലനിന്ന് പോകുന്നു. വലിയ വലിയ പാറക്കല്ലേ ആ വ്യൂ. പിന്നെ നമ്മൾ അവിടുന്ന് അങ്ങോട്ട് കാണാൻ നല്ല രസമാണ്. മേലേക്ക് പോകും തോറും പാത്രക്കടവ് അങ്ങനെയൊക്കെ നല്ല തണുത്ത വെള്ളമാണ് ഇവിടെ. മലയിൽ വരുന്ന വെള്ളമാണ്. അടിപൊളിയാണ് ഇവിടെ വരാൻ. പിന്നെ ഗൈസ്, നിങ്ങൾ കരുതുണ്ടാവും ഞങ്ങൾ ഈ നേരത്ത് നോമ്പ് തുറക്കാനായിട്ട് ശരിക്കും 5:30 ഈ നേരത്ത് ഇതിലെങ്ങനെ നടക്കണം എന്താന്ന് കരുതുണ്ടാവും. ഞങ്ങൾ ശരിക്ക് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയല്ലേ നീനോ? ഞങ്ങൾ ഫസ്റ്റ് നേരെ അമ്പംകുന്ന് പോയി. അമ്പംകുന്ന് ബീരാനൗലിയപ്പാപ്പൻ്റെ മക്കാമിൽ അവിടെ പോയി ചെറിയൊരു സിയാറത്തൊക്കെ കഴിഞ്ഞ്, നോമ്പൊക്കെ അല്ലേ ഒന്ന് ഉഷാറാക്കണ്ടേ. അവിടുത്തെ വിശേഷങ്ങൾ ആദ്യം പോയി കണ്ടുവരിട്ടോ. അപ്പോൾ നമ്മൾ ലോഹർ നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി നമുക്ക് ദിയാർത്ത് ചെയ്യാനുണ്ടായിരുന്നു. 1-2 പള്ളികൾ ചെയ്യാനുണ്ടായിരുന്നു. ആദ്യം നമ്മൾ പോയത് അമ്പംകുന്ന് ബീരാനൗലിയപ്പാപ്പൻ്റെ മക്കാമിലേക്കാണ്. ഇവിടെ മണ്ണാർക്കാട് നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നേരെ മക്കാമിൽ പോയി മക്കാമിന് പുറത്തത്തെ കാഴ്ചകളെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഉള്ളിലേക്ക് ഫോണൊന്നും അലൗഡ് അല്ല. ഫോൺ അലൗഡാണ്, ബട്ട് നമുക്ക് ഫോട്ടോസോ കാര്യങ്ങളോ എടുക്കാൻ കഴിയൂല കേട്ടോ. അപ്പോൾ പൂപ്പാൻ്റെ മക്കാം ഉള്ളിൽ നമ്മൾ കയറും, യാസിനും ഒതും അങ്ങനെ നമ്മളെ ഉദ്ദേശങ്ങൾ പറയും. നല്ല ഹലാലായ എല്ലാ കാര്യങ്ങളും അവിടെ നടക്കാറുണ്ട്. പിന്നെ ഉപ്പൂപ്പാൻ്റെ ചാരത്തായിട്ട് 2 പേര് കിടക്കുന്നുണ്ട് കേട്ടോ. അതായത് കാപ്പുങ്കൽ മുഹമ്മദ് മുസ്ലിയാരും അവരുടെ ഭാര്യയാണ് ഇടതും വലുതായിട്ട് കിടക്കുന്നത്. ഇവർ തമ്മിലൊരു ബന്ധം എങ്ങനെയാണെന്ന് വെച്ചാൽ, പണ്ട് ഉപ്പൂപ്പ അജ്മീറിൽ ആയിരുന്ന സമയത്ത് തുടങ്ങിയ ബന്ധമാണ്. 17-ാമത്തെ വയസ്സ് തൊട്ട് 26-27 വയസ്സ് വരെ ഉപ്പൂപ്പ അജ്മീറിലായിരുന്നു. അപ്പോൾ നാട്ടിലേക്കൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഈ മുസ്ലിങ്ങളുടെ കൂടെയാണ് നിന്നിരുന്നത്. പിന്നെ പണ്ട് ഈ കാണുന്ന സ്ഥലമൊക്കെ ജന്മിമാരുടെ സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലൊരു സൗഹാർദ്ദമായിരുന്നു ഇവർ തമ്മിൽ. അന്ന് ഇപ്പോൾ മുസ്ലിയാരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, എൻ്റെ കൂടെ നടന്നാൽ നിങ്ങൾക്ക് ദുനിയാവ് ഉണ്ടാവില്ല കേട്ടോ പറഞ്ഞു. അന്ന് മുഹമ്മദ് മുസ്ലിയാർക്ക് 9 മക്കളൊക്കെ ഉണ്ടായിരുന്നു. ആ 9 മക്കൾ പേരക്കുട്ടികളൊക്കെയാണ് കേട്ടോ ഇത് ഇപ്പോഴും ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്. അതെ, അപ്പോൾ അന്ന് മുസ്ലിയാർ പറഞ്ഞത് എനിക്ക് ദുനിയാവ് വേണ്ട, ആഹിറം മതി എന്നാണ്. അങ്ങനെ അതൊരു നല്ലൊരു സൗഹൃദമായിട്ട് അങ്ങനെ പോകുന്നു. പിന്നെ എല്ലാ മതസ്ഥരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇതിൻ്റെ പുറത്തൊരു കൊടിമരമുണ്ട്. ആ കൊടിമരത്തിൽ വന്നിട്ട് നമ്മൾ എന്ത് ഹലാലായ ഉദ്ദേശവും മനസ്സറിഞ്ഞ് പറയേണ്ട പോലെ പറഞ്ഞാൽ പഠിച്ചോണം അത് സ്വീകരിക്കുന്നു. അതായത് ഉപ്പ പണ്ട് പറഞ്ഞിരുന്നു, എൻ്റെ പഠിച്ച റബ്ബ് ഞാൻ പറഞ്ഞാൽ കേൾക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഈ കൊടിമരം സാക്ഷി നിർത്തി നിങ്ങൾ പറഞ്ഞോളൂ ഉണ്ട് പഠിച്ചവനോട്, ഞാനത് പറയാം, അത് സ്വീകരിക്കുന്നൊക്കെ അങ്ങനെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്, ചരിത്രങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. അന്ന് ഉപ്പ ഉണ്ടായ സമയം തൊട്ടിട്ട് ഇന്ന് വരെ അന്നദാനം ഇവിടെ മുടങ്ങാതെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ നേർച്ച ഭയങ്കര അറിയപ്പെടുന്നൊരു നേർച്ചയാണ് അമ്പംകുന്ന് നേർച്ച. ഇപ്പം അടുത്താണ് കഴിഞ്ഞത്. കഴിഞ്ഞ ആഴ്ചേൻ്റെ മുന്നേ ആയിട്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു നേർച്ചയായിരുന്നു. ഒരുപാട് നമ്മളൊരു വലിയൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. അങ്ങനെ ഓരോ ദിവസം ഓരോ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ലാസ്റ്റത്തെ ദിവസം പെട്ടി കൊണ്ടുപോകൽ ചടങ്ങൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. എനിക്ക് തന്നെ ഒരുപാട് അറിയില്ല. ഞാൻ പിന്നെ ചെറുപ്പം തൊട്ട് ഇങ്ങനെ വരുന്നതുകൊണ്ട് കുറേ കഥകൾ കേട്ടിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഉസ്താദന്മാരും അങ്ങനെ നമുക്ക് പറഞ്ഞു തരണം. ഇവിടെ നമ്മൾ അങ്ങനെ മക്കാമിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അമ്മമാരൊക്കെ ഇങ്ങനെ നമുക്ക് ഓരോന്നും കഥ പറഞ്ഞു തരും. ഇങ്ങനെയൊക്കെയായിരുന്നു, അങ്ങനെ അറിയുന്ന കഥകളാണ്. പിന്നെ എൻ്റെ വാപ്പയൊക്കെ ചെറുപ്പത്തിൽ കുറേ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അമ്പംകുന്നിൻ്റെ ഒരു ഇത്. പിന്നെ ഇവിടെ ബദരീങ്ങളെ നേർച്ച തരാനായല്ലോ. അപ്പോൾ അതിനുള്ള അതായത് നേർച്ചൻ്റെ എന്തൊക്കെയോ പോത്തും ഒരു അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ചുറ്റുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അങ്ങനെ ഗൈസ്, ഞങ്ങൾ അമ്പംകുന്നിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ എവിടെ പോയി? അതെ ഗൈസ്, ഞങ്ങൾ അങ്ങനെ നേരെ തെയ്യോട്ടിച്ചിറ മക്കാമിൽ പോയിട്ട് അവിടെയും കൂടി ഒരു സിയാറത്ത് കഴിഞ്ഞിട്ട് ടൈം ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒക്കെ ഈ പരിസരത്ത് തന്നെയാണ്, മണ്ണാർക്കാട് പരിസരത്ത് തന്നെയാണ്. നെയ്നുവിൻ്റെ നാട്ടിലാണ്. ഞാൻ മുമ്പ് എന്നോ ഒരു പ്രാവശ്യം പോയിക്കണം. അവിടെ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ഓർമ്മയൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് തോന്നി ഞങ്ങളിങ്ങനെ മുമ്പ് വന്നിരിക്കണം, ഫാമിലി ആയിട്ട് മുമ്പ് ഉപ്പാനും ഉമ്മാനൊക്കെ കൊണ്ടുവന്ന് പോകുന്നതാണെന്നുള്ളത് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ നിങ്ങൾ തെയ്യോട്ടിച്ചിറത്തെ മക്കാമിൻ്റെ വിശേഷങ്ങളോട് കണ്ടിട്ട് വരും കേട്ടോ.
പിന്നെ നമ്മൾ അടുത്ത സിയാറത്ത് പോയത് തെയ്യോട്ടുചിറ കമ്മ സൂഫി മക്കാമിലേക്കാണ്. അത് നമുക്ക് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ നിന്ന് മക്കാമിലേക്ക് വരാൻ പറ്റും. അതുപോലെ മണ്ണാർക്കാട് അലനല്ലൂർ റൂട്ടിൽ നിന്ന് നമുക്ക് കയറാൻ പറ്റും കേട്ടോ. അതുപോലെ ചരിത്രപ്രസിദ്ധമായ തെയ്യോട്ടുചിറ പള്ളി നിർമ്മിച്ചത് മഹാനാണ്. പള്ളിയുടെ ചാരത്തായിട്ട് തന്നെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഒരുപാട് കറാമത്തുള്ള നമുക്കൊരു സ്ഥലമാണ്. നമുക്ക് എന്ത് കാര്യങ്ങളും വന്നാലും ഇവിടെ ഭയങ്കര പേടി. അതായത് ചെറുപ്പം തൊട്ട് നമ്മൾ കേൾക്കണം. അതായത് നമ്മളൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിൽ നമ്മൾ എന്തെങ്കിലും കളവ് പറയുക, അതായത് സത്യം ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നമ്മൾ നാട്ടിലെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കമ്പ് സൂഫി മക്കാമിലേക്ക് തെയ്യോട്ടുചിറ മക്കാമിലേക്ക് നടക്കുന്ന പറഞ്ഞാൽ പേടിയാണ് ആൾക്കാർക്ക്. അതായത് എത്ര ഭയങ്കര അതായത് ഒരു അനീതിയായിട്ടുള്ള ഒരാളാണെങ്കിലും കളവ് പറയുന്ന ആളാണെങ്കിലും ഞാൻ സത്യമാണ് പറയുന്നത്, അങ്ങനെ കളവ് പറഞ്ഞ് പിടിച്ചു വെക്കൂല. ആ ആൾ ഇതിൻ്റെ പടി ചവിട്ടി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ അവിടെ പിടിച്ചിക്കാൻ കഴിയില്ല, സത്യമേ പറയുള്ളൂ. അങ്ങനെ നമുക്ക് ഉള്ളിൽ ആ മക്കാമ് അതിൻ്റെ പടി കയറുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഉള്ളിലേക്കൊരു പേടിയും ഭയവും ഒരു സങ്കടങ്ങളും നമ്മളെ വിഷമങ്ങളും ഒക്കെ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ നല്ലൊരു നമുക്കൊരു പോസിറ്റീവായിട്ടൊരു എനർജി കിട്ടും. പിന്നെ നമുക്ക് ഇപ്പോൾ ഒരുപാട് പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ വരുമ്പോൾ ഒരുപാട് ഇത്രയൊന്നും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ പതിയെ നല്ല ആധുനിക രീതിയിലേക്കായി. അപ്പോൾ ഇപ്പോൾ സ്ത്രീകൾക്കും ആണുങ്ങൾക്കായിട്ട് സെപ്പറേറ്റ് ഉണ്ട്. ഞാൻ ആദ്യം ഇങ്ങനെ എൻ്റെ സ്ത്രീകളുടെ ഭാഗത്ത് കൂടി പോയി, പുരുഷന്മാരുടെ ഭാഗത്ത് കൂടി അങ്ങനെ പോയി കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ട് വേണം അങ്ങനെ ഇറങ്ങിപ്പോവാൻ. ഇവിടെ മജിൽസുന്നൂറൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു മാസത്തിൽ. ഞാൻ അങ്ങനെ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ കല്യാണമൊക്കെ ആയിട്ട് അങ്ങനെ പങ്കെടുക്കാറില്ല. പിന്നെ ഇവിടെ ദർസ് പഠിക്കുന്ന കുട്ടികളുണ്ട് ഒരുപാട്. ഇവിടെ അടുത്തൊരു ഷഹീദിൻ്റെ ഖബറുണ്ട്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് കേട്ടോ. എനിക്ക് തന്നെ ചെറിയ കഥകളും ഇതൊക്കെ ഉള്ളൂ. നമ്മൾ ചെറുപ്പം തൊട്ട് കേട്ട് വളർന്ന കഥകളാണ്. ഒരുപാട് ചരിത്രങ്ങളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് മക്കാം. എനിക്ക് ഭയങ്കര നമ്മൾ സെൽഫായിട്ട് നമ്മൾ കാമാവുന്ന മക്കാമാണ്. അതേപോലെ അമ്പംകുന്ന് മക്കാമും ഇതേ തെയ്യോട്ടുചിറ മക്കാം, അതേപോലെ വടക്കുമണ്ണ മക്കാമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റൂട്ടിൽ പോകുമ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കയറുകൊണ്ടു. പിന്നെ അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. പിന്നെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ടൈം ഏകദേശം 6 മണി ആയിക്കണ്. ഞങ്ങൾക്ക് നോമ്പുറക്കാൻ വേണ്ടിയിട്ട് പെരീക്കോണല്ലേ നൈനോ? അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വല്ല മൂവ് ചെയ്യണല്ലേ നൈനോ? മൊത്തം വ്യൂ കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് നമുക്ക് മൊത്തം വ്യൂ കാണിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ തന്നെയുള്ളൂ ഞങ്ങളെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ താഴെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ നോക്കിയിട്ട് ഓൾ കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് സ്പോട്ടിലായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ.